ഹലോ എവ്രി വൺ. സോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ് ചാപ്റ്റർ നമ്പർ 1 ആണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ എന്നുള്ളതാണ്. Sometimes on admission of a new partner, existing partners may give an assurance to the incoming partner that he shall be given a minimum amount of profit irrespective of the firm's actual profit. ഇവിടെ എന്താ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചില സമയത്ത് പുതിയ പാർട്ട്ണർ ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് പഴയ പാർട്ട്നേഴ്സ്, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും? ഒരു അഷ്വറൻസ് കൊടുക്കും അല്ലേ? എന്താണ് പറയുക? എന്ത് അഷ്വറൻസ് ആണ് കൊടുക്കുക? നമ്മുടെ പ്രോഫിറ്റ് എന്തും ആയിക്കോട്ടെ, ബിസിനസ്സിൻ്റെ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തും ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക്, പുതിയ പാർട്ട്ണറായ താങ്കൾക്ക് എത്ര തരും? ഒരു മിനിമം എമൗണ്ട് തരും. ഇനിയിപ്പോൾ അത് ലോസ് ആണെന്നുണ്ടെങ്കിലും ആക്ച്വൽ പ്രോഫിറ്റ് വളരെ കുറവാണ്, ആ മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ടിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു മിനിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് തരും എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാരണ്ടി കൊടുക്കും. അതാണ് ഇവിടെ പറയുന്ന അഷ്വറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. കിരൺ എന്ന് പറയുന്ന ഒരാൾ പുതിയ പാർട്ട്ണറായിട്ട് നമ്മുടെ ഒരു ഫേമിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രോഫിറ്റിന്റെ ഷെയർ എന്ന് പറയുന്നത് എന്താ? 1/4 ആണ്. സോ 1/4 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെന്ത് പ്രോഫിറ്റ് ആണോ, ബിസിനസ് എത്രയാണോ പ്രോഫിറ്റ് ആയിട്ട് ഏൺ ചെയ്യുന്നത് അതിന്റെ 1/4 ഭാഗം ആർക്ക് കൊടുക്കണം? കിരണ് കൊടുക്കണം. അതാണ് ആക്ച്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് തന്നിട്ടുള്ളത്. ബട്ട് സബ്ജക്ട് ടു എ മിനിമം ഓഫ് ₹30,000. ശരിക്കത്തെ പ്രോഫിറ്റിന്റെ 1/4 ആണ് കിരണ് കൊടുക്കേണ്ടത്. അവിടെ ഇനി അഥവാ ലോസ് ആണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ 1/4 ഭാഗം എന്ന് പറയുന്നത് 30,000 രൂപയുടെയും താഴെയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ ഫേമിൻ്റെ ഈ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു മേ ബി ഒരു 1 lakh ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ 1 lakhന്റെ 1/4 ആയിരിക്കും ആർക്ക് കൊടുക്കേണ്ടത്? കിരണ് കൊടുക്കേണ്ടത് അല്ലേ? സോ അതെന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കും? 25,000 റുപ്പീസ് ആയിരിക്കും. സോ 25,000 റുപ്പീസ് ആണ് ശരിക്കും ആർക്ക് കൊടുക്കേണ്ടത്? കിരണ് കൊടുക്കേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ ഗ്യാരണ്ടി ആയിട്ട് എത്ര കൊടുക്കുന്നുണ്ട്? മിനിമം കൊടുക്കുന്നുണ്ട്. അതായത് ഷെയർ, കിരണ് കിട്ടുന്ന ഷെയർ 30,000ന്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ, മേ ബി ഇപ്പോൾ ഒരു 40,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ, ഈ 40,000 തന്നെ ആർക്ക് കൊടുക്കും? കിരണ് കൊടുക്കും. ഇനി കിട്ടുന്ന പ്രോഫിറ്റ് ഷെയർ 30,000ന്റെ താഴെ, ലൈക്ക് 25,000 റുപ്പീസ് ആണ് നമ്മുടെ എക്സാമ്പിൾ. സോ അപ്പം നമ്മൾ എത്ര കൊടുക്കുള്ളൂ? 30,000 റുപ്പീസ് കിരണ് കൊടുക്കും. മിനിമം 30,000 കൊടുക്കും. ഇനി അതിൻ്റെ എത്ര കൂടുതലാണെങ്കിൽ ആ കൂടുതൽ എമൗണ്ട് കൊടുക്കാം. ഇനി അതല്ലാത്ത സാഹചര്യങ്ങളിൽ കുറവാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ മിനിമം 30,000 റുപ്പീസ് കിരണ് കൊടുക്കാം. ഇഫ് കിരൺ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫോൾസ് അണ്ടർ short of 30,000 as per this assurance, he will be given the guaranteed minimum 30,000. അല്ലെ? ആ കിരണിന്റെ പ്രോഫിറ്റിന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 30,000ത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഗ്യാരണ്ടീഡ് മിനിമം എമൗണ്ട് ആയ 30,000 റുപ്പീസ് ആയിരിക്കും കിരണ് കൊടുക്കുക. ഇൻ അതർ വേർഡ്സ്, ഹിസ് പ്രോഫിറ്റ് ഇസ് ഗ്യാരണ്ടീഡ് ഫോർ എ സ്പെസിഫൈഡ് എമൗണ്ട്. However, his share of profit is more than guaranteed amount. He is entitled to get ഹിസ് ആക്ച്വൽ ഷെയർ. ഞാൻ പറഞ്ഞ പോലെ 30,000 രൂപയുടെ മുകളിലാണ് ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ 40,000 50,000 ഒക്കെ ആണ് ഷെയർ എന്ന് പറയുന്നത്, 1/4 ഷെയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ എത്രയാണോ ആക്ച്വൽ എമൗണ്ട്, ഇപ്പോൾ 40,000 ആണ് കേസെങ്കിൽ 40,000 കിട്ടും, ഓർ 50,000 ആണെങ്കിൽ 50,000 കിട്ടും. ഇനി ഈ 30,000ത്തിന് താഴെ ആണെങ്കിൽ മാത്രം മിനിമം എമൗണ്ട് ആയിട്ടുള്ള 30,000 രൂപ നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് പുതിയ പാർട്ണർക്ക് കൊടുക്കാം. Thus, if there is no profit or profit falls short of the guaranteed minimum amount, the newly admitted partner enjoys the privilege of getting the guaranteed profit. ആ പറഞ്ഞത് തന്നെയാണ്. ഇവിടെ പ്രോഫിറ്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് എമൗണ്ട് ആയിട്ടുള്ള, നമ്മുടെ കേസിൽ ഈ ഒരു എക്സാമ്പിൾ 30,000 ആണ്, അതിൻ്റെ കുറവാണോ എന്നുണ്ടെങ്കിലും എന്താണ് ഇവിടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്ത പാർട്ട്ണർക്ക് ആ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് കിട്ടും. If it is so, then the deficiency is borne by anyone or by all of the other partners in their profit sharing ratio. അതായത് ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ മിനിമം എമൗണ്ട് കൊടുക്കുന്നതാണ് അല്ലെ? പ്രോഫിറ്റ് കുറവാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇല്ലെങ്കിലോ
മിനിമം എമൗണ്ട് കൊടുക്കും. സോ ഈ മിനിമം എമൗണ്ട് ആരാണ് കൊടുക്കേണ്ടത്? അത് മേ ബി ഒരു പാർട്ട്ണർ ആയിരിക്കാം കൊടുക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കുറച്ചുകൊണ്ട് ആർക്ക് കൊടുക്കും? ഈ പറയുന്ന പുതിയ പാർട്ട്ണർക്ക് കൊടുക്കും. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇല്ലുസ്ട്രേഷൻ 21. ഓൾ അതർ പാർട്ട്നേഴ്സ് വെയർ ദ ഡെഫിഷ്യൻസി. MNOR partners, they admit P as a new partner with a guarantee that his share of profit shall not be less than 10,000 per annum. 10,000 രൂപയുടെ താഴെ ആയിരിക്കില്ല നിങ്ങളുടെ പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് പി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണറെ നമ്മൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. The profits are to be shared in the proportion of 4:3:3:2. അതായത് എമ്മിന് 4 ഭാഗം, അതുപോലെ എന്നിന് 3 ഭാഗം, ഓക്ക് 2 ഭാഗം, പുതിയ പാർട്ട്ണർ ആയിട്ടുള്ള പിക്ക് 2 ഭാഗം. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറഞ്ഞിട്ടുള്ളത്. The total profits for the year 2021 were rupees 48,000. 48,000 രൂപയാണ് മൊത്തമുള്ള പ്രോഫിറ്റ്. Prepare profit and loss appropriation account showing the division of profits for the year 2021. Okay, ഇനി നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഇവിടെ പിയുടെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? ആക്ച്വലി കിട്ടുന്നത് എത്രയാണ്? 2 ഭാഗമാണ് അല്ലെ. ടോട്ടൽ എത്രയാണ് പറയുന്നത്? 12 ഭാഗം. എങ്ങനെയാണ് അത് 12 കിട്ടിയത്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 4+3+3+2 ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് 12 ഭാഗം ഉണ്ട് അല്ലെ. ഈ 12 ഭാഗത്തിൽ 2 ഭാഗം ആർക്കുള്ളതാണ്? നമ്മളുടെ പി എന്ന് പറയുന്ന പാർട്ട്ണർക്കുള്ളതാണ്. സോ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? 48,000. സോ 48,000ന്റെ 2/12 ഭാഗമായിട്ടുള്ള 8,000 രൂപ ആർക്ക് കൊടുക്കണം? പി എന്ന് പറയുന്ന പാർട്ട്ണർക്ക് കൊടുക്കണം. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 10,000 രൂപ മിനിമം കൊടുക്കും. ഈ 8,000 10,000ന്റെ താഴെയല്ലേ. അപ്പൊ മിനിമം എത്രയാണ് കിട്ടേണ്ടത്? പിക്ക് 10,000 രൂപയാണ് കിട്ടേണ്ടത്. സോ ഹി വിൽ ബി ഗിവൺ 10,000. ഈ 10,000ല് എത്രയാണ് ഡെഫിഷ്യൻസി എമൗണ്ട്? 8,000 രൂപ നമുക്കറിയാം ഓൾറെഡി നമ്മുടെ ഈ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുന്നതാണ്, ഷെയറിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് 8,000. പക്ഷെ നമ്മൾ ടോട്ടൽ എത്രയാണ് കൊടുക്കുന്നത്? 10,000 രൂപ. ഈ 10,000ത്തില് 2,000 അഡീഷണൽ ആണ് അല്ലെ. ഈ 8,000ത്തിന് പുറമെ നമ്മൾ കൊടുക്കുന്ന അഡീഷണൽ എമൗണ്ട് ആണ് ഈ 2,000 എന്ന് പറയുന്നത്. അതെങ്ങനെ കിട്ടിയത്? മിനിമം എമൗണ്ട് മൈനസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഈ 8,000. അങ്ങനെയാണ് നമുക്ക് ഈ 2,000 രൂപ അഡീഷണൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇതൊരു ഡെഫിഷ്യൻസി എമൗണ്ട് ആണ്. ഈ എമൗണ്ട് ആരാണ് മീറ്റ് ചെയ്യേണ്ടത്? നമ്മളുടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള എം, എൻ ആൻഡ് ഒ ഇൻ ദ റേഷ്യോ ഓഫ് 4:3:3. ഈ റേഷ്യോ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ഇത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് ആ ഡെഫിഷ്യൻസി എമൗണ്ട് മീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ 2,000 രൂപ എങ്ങനെയാണ് ഈ പാർട്ട്നേഴ്സ് പുതിയ പാർട്ട്ണർ ആയിട്ടുള്ള പിക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. നമ്മുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്കറിയാം. 48,000 റുപ്പീസ് ആണ് പ്രോഫിറ്റ്. സോ ഈ പ്രോഫിറ്റിന്റെ 48,000 റുപ്പീസിന്റെ ഓരോരുത്തരുടെയും ഷെയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എമ്മിന്റെയും എന്നിന്റെയും ഒയുടെയും പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത് 4:3:3 എന്നുള്ള രീതിയിലാണ് അല്ലെ. എം എന്ന് പറയുന്ന പാർട്ട്ണറിന്റെ പ്രോഫിറ്റ് ഷെയർ എത്രയാന്ന് നോക്കണം. സോ അതിൽ 48,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. അതിന്റെ 4/12 ഭാഗം നമ്മൾ എടുക്കുന്ന സമയത്ത് 16,000 റുപ്പീസ് ആണ് എമ്മിന്റെ ഷെയർ. അതുപോലെ എന്നിന്റെ 3 ഭാഗമാണ്. സോ 48 ഇൻറ്റു 3/12 ചെയ്യുമ്പോൾ നമുക്ക് 12,000 കിട്ടും. 12,000 റുപ്പീസ് ആണ് എന്നിന്റെ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത്. ദെൻ ഓടെ 48,000 ഇൻറ്റു 3/12 സെയിം 12,000 ഫോർ ഓ. ഇനി ഇവരുടെ ഈ കിട്ടിയിട്ടുള്ള ഷെയറിൽ നിന്ന് വേണം നമ്മുടെ ഡെഫിഷ്യൻസി എമൗണ്ട് ആയിട്ടുള്ള 2,000 റുപ്പീസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഡെഫിഷ്യൻസി എമൗണ്ട് 2,000 ആണെന്ന് നമുക്കറിയാം. അതെങ്ങനെ കണ്ടുപിടിച്ചത്? മിനിമം പ്രോഫിറ്റ് മൈനസ് ദി പ്രോഫിറ്റ് ഷെയർ ഓഫ് ദി ന്യൂ പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് നമ്മളത് കണ്ടുപിടിച്ചത്. സോ 2,000 റുപ്പീസിന്റെ എത്ര ഭാഗമായിട്ടാണ് അവിടെ ഷെയർ ചെയ്യേണ്ടത്? ഇവരുടെ മൂന്നാളുടെയും പ്രോഫിറ്റ് ഷെയറിംഗിന്റെ റേഷ്യോയിലാണ് ഷെയർ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഡിവൈഡഡ് ബൈ 10 ആണ് എടുത്തിരിക്കുന്നത്, 12 അല്ല അല്ലെ. കാരണം 12 ഭാഗമല്ല, നമ്മൾ പി എന്ന് പറയുന്ന
പാർട്ട്ണറിന്റെ ഭാഗം ഒഴിച്ചിട്ടുള്ള ടോട്ടൽ എന്ന് പറയുന്നത് 10 ഭാഗമാണ്. ആ 10ന്റെ ബേസിസിൽ വേണം ഇവിടെ ആ ഒരു കോൺട്രിബ്യൂഷൻ നടത്താനായിട്ട്. ഓക്കെ, അതാണ് കോൺട്രിബ്യൂഷൻ ടു പി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. സോ 2000 റുപ്പീസിന്റെ 10ൽ 4 ഭാഗം ആരാ കൊടുക്കേണ്ടത്? എം എന്ന് പറയുന്ന പാർട്ട്ണർ ആണ്, അതായത് 800 റുപ്പി. ആൻഡ് 2000ന്റെ 3 ഭാഗം എന്നും ഓയും കൊടുക്കണം, 600 ഈച്ച്. ഇനി ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എമ്മിന്റെ കേസിലാണെങ്കിൽ 16,000 മൈനസ് ഈ 800, നമ്മൾ പിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള 800 ഈ പ്രോഫിറ്റ് ഷെയറിന്റെ എമൗണ്ടിൽ നിന്ന് നമ്മൾ ഡിഡക്ട് ചെയ്യുമ്പോൾ 15,200 കിട്ടും. അതുപോലെ 12,000 നിന്ന് 600 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 11,400 കിട്ടും. സെയിം ഓർക്കും എന്താണ് 11,400 ആണ്. ഇനി പിയുടെ പ്രോഫിറ്റ് എത്രയാണ്? 8,000 അല്ല അല്ലെ, 8,000 കൂടെ ഈ ഡെഫിഷ്യൻസി എമൗണ്ട് ആയിട്ടുള്ള ഈ 2,000 കൂടെ ആഡ് ചെയ്യണം. എങ്ങനെയാണ് ആ 2,000 വന്നിട്ടുള്ളത്? എം 800 നൽകും, അതുപോലെ എൻ 600, ഓ 600, ഇങ്ങനെ 2,000 റുപ്പീസ് കൂടെ ആഡ് ചെയ്തിട്ടുള്ള മിനിമം പ്രോഫിറ്റ് എമൗണ്ട് ആയിട്ടുള്ള 10,000 റുപ്പീസ് ആയിരിക്കും പിക്ക് കിട്ടുക. സോ ഇങ്ങനെയാണ് അവരുടെ പ്രോഫിറ്റിന്റെ ഷെയർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റ് എവിടെയാണ് ബ്രോ ഡൗൺ ചെയ്യേണ്ടത്? പ്രോഫിറ്റ് കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡ് ആണ് അല്ലെ. എത്ര രൂപയാണ്? 48,000 റുപ്പീസ് ആണ് ക്രെഡിറ്റ് സൈഡ് ഇവിടെ കാണിക്കാനായിട്ട്. വേറെ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. സോ 48,000 റുപ്പീസ് നമ്മൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിന്റെ ബാലൻസ് ആയിട്ട് എഴുതുന്നുണ്ട്. ഇനി ഡെബിറ്റ് സൈഡ് എന്തൊക്കെയാണ് കാണിക്കേണ്ടത്? അതിന്റെ പ്രോഫിറ്റ് എത്രയാണ്? 15,200. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട്, നെറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് വേണം എഴുതാനായിട്ട്, 15,200. എന്നിന്റെ എത്രയാണ്? ഇവിടെ നോക്കുക, 11,400 ആണ് എന്നിന്റെ വരുന്നത്. സോ 11,400. ഓടെയും സെയിം 11,400. ഇനി പിയുടെ എത്രയാണ് എമൗണ്ട്? 10,000 റുപ്പീസ്. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര എന്ന് കിട്ടും? 48,000 റുപ്പീസ് എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതുപോലത്തെ ഒരു കേസ് തന്നെയാണ്, ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. പക്ഷെ ഇവിടെ ആകെ ഒരു പാർട്ട്ണർ മാത്രമാണ് ആ ഒരു ഡെഫിഷ്യൻസി എമൗണ്ട് എടുക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഞാനിവിടെ ആൻസർ സ്ക്രീനിൽ കൊടുക്കാം. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23 നോക്കാം. ABC are partners in a firm sharing profits and losses in the ratio of 5:4:1 with the condition that C will get a guaranteed minimum amount of 24,000 and A and B will bear any excess over 1/10 going to C in the ratio of 4:1 respectively. There, the profits of the firm in respect of the year are rupees 2 lakh. Prepare profit and loss appropriation account എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 2 lakh റുപ്പീസിന്റെ എയുടെയും ബിയുടെയും സിയുടെയും ഷെയർ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, പറഞ്ഞിട്ടുണ്ട് എയുടെ ഷെയർ എന്ന് പറയുന്നത് 5 ആണ് അല്ലെ. ടോട്ടൽ എത്ര ഭാഗമുണ്ട്? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10 പോർഷൻസ് ആണ് ഉള്ളത്. ഈ 10ല് 5 ആർക്ക് പോകും? എക്ക് പോകും, ബിക്ക് 4, ദെൻ സിക്ക് 1. ആ രീതിയിൽ നമ്മൾ ഇവരുടെ പ്രോഫിറ്റിന്റെ എമൗണ്ട് ഷെയർ കണ്ടുപിടിക്കാം. ഓക്കെ, 2 lakh റുപ്പീസിന്റെ 5/10 നമ്മൾ കാണുന്ന സമയത്ത് 1 lakh റുപ്പീസ് ആയിരിക്കും എ എന്ന് പറയുന്ന പാർട്ട്ണറിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ബിയുടെ എന്ന് പറയുമ്പോൾ 2 ലാക്കിന്റെ 4/10 ചെയ്യുന്ന സമയത്ത് 80,000 റുപ്പീസ്. ഇനി 2 ലാക്കിന്റെ 1/10 ചെയ്യുന്ന സമയത്ത് 20,000 റുപ്പീസ് ആണ് സിക്ക് കിട്ടുക. ഇവിടെയാണ് നമ്മുടെ ഡെഫിഷ്യൻസി വരുന്നത്. കാരണം മിനിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 24,000 ആണ് ആർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത്? സി എന്ന് പറയുന്ന പാർട്ട്ണർക്ക് കൊടുക്കാനായിട്ട് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത് 24,000. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോ ആ ആക്ച്വൽ പ്രോഫിറ്റ് ഓഫ് ഷെയർ ഫോർ സി എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 20,000 ഉള്ളൂ. ബാക്കി 4,000 രൂപ നമ്മൾ ആര് കൊടുക്കണം? സിക്ക്. ഈ 4,000 റുപ്പീസ് പാർട്ട്ണർ എയും അതുപോലെ പാർട്ട്ണർ ബിയും കൂടെ ചേർന്ന് കൊടുക്കണം. സോ
സോ ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യേണ്ടത് അത് ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്? 4:1 എന്നുള്ള റേഷ്യോയിലാണ് ഷെയർ ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ഷെയറിംഗ് റേഷ്യോ തന്നിട്ടില്ല. അവരുടെ ആക്ച്വൽ ഷെയറിംഗ് റേഷ്യോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കേസിൽ ഇവിടെ ഒരു ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇതിന്റെ ബേസിസിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സോ ടോട്ടൽ എത്രയായിരിക്കും? 4+1 5 ആയിരിക്കും നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. സോ 5ൽ 4 ഭാഗം ആരാ കൊടുക്കേണ്ടത്? എ എന്ന് പറയുന്ന പാർട്ട്ണറാണ് കൊടുക്കേണ്ടത്. 4000ന്റെ 4/5 ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 3200. അതുപോലെ 4000ന്റെ 1/5 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 800 രൂപ കിട്ടും. ഈ 3200 എ കൊടുക്കും. അതുപോലെ ഈ 800 രൂപ ആര് കൊടുക്കും? ബി കൊടുക്കും, പാർട്ട്ണർക്ക്. ഓക്കെ, ഇനി ഈ 3200 രൂപ എ എന്ന് പറയുന്ന പാർട്ട്ണറിന്റെ ഷെയർ പ്രോഫിറ്റ് ആയിട്ടുള്ള 1 ലാഖിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ട് വേണം കാണിക്കാനായിട്ട്. നെറ്റ് പ്രോഫിറ്റ് ഷെയർ ഫോർ എ എന്ന് പറഞ്ഞിട്ട് 96,800ഉം അതുപോലെ 80,000 റുപ്പീസിൽ നിന്ന് 800 ഡിഡക്ട് ചെയ്തിട്ട് 79,200 ആയിരിക്കും പാർട്ട്ണർ ബിക്ക് കിട്ടുക ഫൈനലി. ആൻഡ് പാർട്ട്ണർ സിക്ക് എത്ര കിട്ടും? 24,000 ആയിരിക്കും. കാരണം ഇതാണ് മിനിമം എമൗണ്ട്. ഈ മിനിമം എമൗണ്ട് ഇതും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിരിക്കും. 20,000 പ്ലസ് 3,200 പ്ലസ് 800 ഇത് കൂടെ ആഡ് ചെയ്യുമ്പോൾ 24,000 കിട്ടും. ഇനി രണ്ട് സൈഡും ഈക്വൽ ആണോ നോക്കുക. നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 2 lakh റുപ്പീസ്. 2 lakh റുപ്പീസ് ആണ് ക്രെഡിറ്റ് സൈഡ് കാണിക്കുക. ഇനി അവരുടെ ആ പ്രോഫിറ്റിന്റെ ഷെയർ ആണ് നമ്മൾ ഡെബിറ്റ് സൈഡും കാണിക്കുക. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കുക. അപ്പൊ തന്നെ ഏകദേശം ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ ആയിട്ട് തരാം. താങ്ക് യു.